ഹലോ സന. ആ ഹലോ പറയടാ. എനിക്കൊരു ഹെൽപ്പ് വേണമല്ലോ. എന്ത് പറ്റി? എനിക്ക് അത്യാവശ്യമായിട്ടൊരു 50,000 രൂപ മറിക്കാനുണ്ടാവുമോ? 50,000 രൂപയോ? നിനക്കെന്തിന് ഇത്രയും പൈസ? ഒന്നും പറയണ്ട, ഒരു ബിസിനസ് ആവശ്യത്തിന് ആ ജിമ്മിച്ചായൻ്റെ അടുത്തുനിന്ന് ഒരു 50,000 രൂപ മേടിച്ചതാണ്. അതുകൊണ്ട് ആ തെണ്ടി മുങ്ങി. ഇപ്പോൾ അത് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ വീട്ടിൽ കയറി എന്നെ പണിയെന്ന് പറഞ്ഞേക്കണം. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എനിക്കെന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? നിനക്കെന്നാ വീട്ടിൽ ചോദിച്ചൂടെ? ബെസ്റ്റ്. വീട്ടിൽ ചോദിച്ചിട്ട് വേണം അച്ഛൻ എന്നെ തലക്കടിച്ചു കൊല്ലാൻ. എനിക്ക് ഇങ്ങനെയെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? എടാ ഞാൻ എവിടെ നിന്ന് അറേഞ്ച് ചെയ്യാനാടാ? നീ വേറെ ആരോടെങ്കിലും ചോദിക്കേ. ആരോട് ചോദിക്കാനാ? ഞാൻ ചോദിക്കേണ്ടവരോടൊക്കെ ചോദിച്ച്. നീ ആരോടെങ്കിലൊക്കെ ചോദിച്ചു നോക്ക്. എനിക്ക് വേറെ വഴിയില്ല എന്താ. ശരി ശരി. ശരിയാവുള്ളല്ലോ. ഇതൊന്നും ശരിയാവുള്ളല്ലോടാ. ആരും വിളിച്ചിട്ട് പൈസ തന്നില്ല. നീ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കാണ്ട് കൂലി ബുക്ക് ചെയ്യണം നമുക്ക്. കൂലിയാ? ലോകേഷ്, ഞാനിവിടെ തലയ്ക്ക് തീ പിടിച്ചിരിക്കുക. അപ്പോഴാണ് നിന്റെ പ്രശ്നം. നിന്റെ പ്രശ്നം ഇപ്പൊ എന്താ? പൈസ ഇല്ല പ്രശ്നം. ജിമ്മിച്ചാന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലേ. ശരിയാവൂടോ. നമുക്ക് കൂലിക്ക് എന്തായാലും പോകണം. ഞാനപ്പോൾ അതിന് കുറച്ച് പൈസ ഒപ്പിക്കണ്ടേ? നമുക്ക് ആദ്യം റെഡിയാക്കിയിട്ട് നമുക്ക് ഇത് ചെയ്യാം. എന്ത് അതിന് പൈസ ഉണ്ടാക്കാനാണോ അതോ എൻ്റെ ജീവിത പ്രശ്നമാണോ നിനക്ക് വലുത്? നിന്റെ ജീവിത പ്രശ്നം തന്നെയാണ് വലുത്. അതുകൊണ്ടാണല്ലോ ഞാൻ ഇല്ലാത്ത സമയം ഉണ്ടാക്കി നിന്റെ വിഷമം കേൾക്കാൻ വേണ്ടി ഇവിടെ വന്നത്. നമുക്കേ ഞാനിപ്പോൾ ഒന്ന് പോയിട്ട് ഒരു 2 മണിക്കൂർ ചെറിയ പരിപാടി ഉണ്ട്. വല്ല പെണ്ണുകളുടെയും പുറകെ പോകാനായിരിക്കൂലേ? ഞാൻ പോയിട്ട് വരാം. റെഡിയാക്കണത് പൈസ റെഡിയാക്കാം. ആരും വിളിച്ചിട്ടൊന്നും കിട്ടണല്ലോ. എടാ ആരും വിളിച്ചിട്ട് പൈസ ഒന്നും തരുന്നില്ലല്ലോ. നമുക്ക് 7 മണിക്കുണ്ട് വനിതയില്. ബുക്ക് ചെയ്താലോ? എന്ത് കൂലി? അണ്ണന്റെ പടം. എടേ ഇപ്പൊ തന്നെ ഫുൾ ആവാറായി. നമുക്ക് പോണ ആദ്യത്തെ ഷോയില് പോലും വെറുതെ പിന്നെ ഓരോരുത്തരന്മാര് റിവ്യൂ എന്നൊക്കെ പറഞ്ഞ് സസ്പെൻസ് പൊളിയാക്കും. പോയല്ലോ. എന്താ പ്രശ്നം എന്താ? എടാ നിനക്കറിയില്ലേ ജിമ്മിച്ചാന്റെ കാര്യം? പുള്ളിക്ക് പൈസ കൊടുത്തില്ല നീ വീട്ടിലൊന്ന് വെട്ടു. അതൊക്കെ നമുക്ക് കൊടുക്കാം. ഞാനേ ചെറിയൊരു പരിപാടി ഉണ്ട്. എന്ത് പരിപാടി? 2 മണിക്കൂർ കണ്ണി കണ്ട പെണ്ണുങ്ങളുടെ പുറകെ പോകാനായിരിക്കും. എടേ നിന്റെ വിഷമം കേൾക്കാൻ വേണ്ടിയില്ല ഞാനിപ്പോ ഇത്ര നേരം ഇവിടെ ഇരുന്നത്. നീ കേട്ടാ വല്ലതും? കേട്ടല്ലോ. കേട്ടു എല്ലാം കേട്ടല്ലോ. ഞാനിപ്പോ 2 മണിക്കൂർ അക്യൂസാറ്റിന്റെ അവിടെ പോയിട്ട് വരാം. നീ പേടിക്കാതിരിക്കുക. ജിമ്മിച്ചാന്റെ പൈസ ഒക്കെ കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞ് റെഡിയാക്കാം. ഞാനല്ലേ പറഞ്ഞേ. എടാ നമ്മള് ജിമ്മിച്ചനല്ലേ, നമുക്ക് റെഡിയാക്കാന്ന്. ആരും വിളിച്ചിട്ട് പൈസ ഒന്നും തന്നെ ഇല്ല. ജിമ്മിച്ചാനൊന്ന് കൊല്ലും. പൈസ ഒന്നും കിട്ടുന്നില്ലടാ. എടാ ശനിയാഴ്ച പിടിച്ചാലോ? രാവിലെ കൂലി 9 മണിക്ക് എല്ലാം ഫുള്ള്. അപ്പം നോക്കിയപ്പോ എടേ പടം വെറുതെ ആൾക്കാരെ സസ്പെൻസ് ഒക്കെ ഇപ്പൊ തന്നെ പുറത്തു വിട്ട് തുടങ്ങിയിട്ടാ. നിനക്ക് എന്റെ അവസ്ഥ മനസ്സിലാവുന്നില്ലേ? ജിമ്മിച്ചാന്റെ കാര്യം നീ മറന്നുപോയാ? അത് പൈസയുടെ അത് കൊടുക്കാം. അതൊന്നും പ്രശ്നമില്ല. അതിലില്ലെങ്കിൽ പുള്ളിയോട് നമുക്ക് പറഞ്ഞ ഡീലാക്കാം. ഞാൻ ഒരു കാര്യം ചെയ്യാം. ഒരു 2 മണിക്കൂർ വരാം. ചെറിയ ക്യൂസായിട്ട് വരുന്ന പോയിട്ട് വരാം. ചെറിയൊരു പെണ്ണുങ്ങളുടെ പുറകെ പോകാനായിരിക്കൂലേ? എടേ നമുക്കൊരു എന്റർടൈൻമെന്റ് ഒക്കെ വേണ്ടടേ. നമ്മളൊരു അവസ്ഥ ആലോചിച്ച് നോക്കുന്നേ. നിനക്കിപ്പോ നല്ല എന്റർടൈൻമെന്റ് കാര്യങ്ങളുണ്ട്. ഞാനവിടെ പെട്ടിരിക്കണത്. എടീ ഞാൻ ഇത്ര നേരം ഇവിടെ നിന്ന് നിന്റെ പൈസ കൊടുത്തത് ഞാൻ നിൽക്കുക. നീ ഒരു കാര്യം ചെയ്യും. നീ ഒന്ന് തണുക്ക്. തലേക്ക് ഒന്ന് കുളിച്ചിട്ട് തണുക്ക്. ഞാൻ ഇപ്പൊ പോയിട്ട് പെട്ടെന്ന് വരാം. ഇല്ലെങ്കിൽ അത് നമുക്ക് കുറച്ച് ദിവസമായിരുന്നു ട്രൈ ചെയ്യുന്നത്. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. ജിമ്മിച്ചാനെ നമുക്ക് റെഡിയാക്കാം. നീ തിരിച്ചു വരുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാവും എനിക്ക് തോന്നല്ല. ആരും വിളിച്ചിട്ട് പൈസ ഒന്നും തന്നെയില്ല. ആരും പൈസ ഒന്നും തന്നില്ലല്ലോടാ. നമുക്ക് ശനിയാഴ്ച പിടിച്ചാലോടേ. ഒരു ഇതെല്ലാം ഫുള്ളാപ്പോ 9 മണിക്ക് കൂലി. നമ്മുടെ അണ്ണന്റെ പടം. നിനക്ക് എന്റെ അവസ്ഥ മനസ്സിലാവണല്ലേ? എന്താ പ്രശ്നം? ജിമ്മിച്ചാനായി നീ മറന്നാ? അത് നമുക്ക് റെഡിയാക്കാം. പൈസയല്ലേ, നോ പ്രോബ്ലം. ഞാനേ നീ വിഷമിക്കാതെ. ഞാൻ പോയിട്ട് ഒരു 2 മണിക്കൂർ ഞാൻ ഒന്ന് ക്യൂസാറ്റിന്റെ അവിടെ ചെറിയൊരു മീറ്റിംഗ്. അല്ല പെൺപിള്ളേരെ പുറകെ പോകാനായിരിക്കൂലേ? എടേ നമുക്ക് എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് വേണ്ടടേ. നിനക്ക് എന്റർടൈൻമെന്റ്? ഞാനിവിടെ പെട്ടിരിക്കണത്. എന്താ നിന്റെ പ്രശ്നം? നീ പറഞ്ഞിട്ടില്ല ഞാനൊരു പൈസ കൊടുത്തത്. എടേ നിന്റെ പ്രശ്നം കേൾക്കാനല്ലേ ഞാൻ ഇത്ര നേരം ഇവിടെ ഇരുന്നേ. ഇനി നീ എനിക്കൊരു 2 മണിക്കൂർ താ. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം.
നീ ഒരു കാര്യം ഒന്ന് കുളിച്ചിട്ട് തലേക്കൊന്ന് തണുക്ക് അതെനിക്കാ നല്ലത്. നീ പോയിട്ട് വരുമ്പോ ഞാൻ അവിടെ ഉണ്ടാവും എനിക്ക് തോന്നുള്ളൂ. പൈസ ഒന്നും സെറ്റ് ആവില്ലല്ലോടാ. നീ ഇത് കേൾക്കുന്നുണ്ടോ? എടാ നമുക്കേ ശനിയാഴ്ച വിളിച്ചാലോ 9 മണിക്ക് ഷോ. എന്ത് കൂലി? കൂലി നിന്റെ അണ്ണന്റെ പടം. എടാ സസ്പെൻസ് ഒക്കെ അറിഞ്ഞ പിന്നെ പോയിട്ട് കാര്യമില്ല കേട്ടാ. നിനക്ക് എന്റെ അവസ്ഥ മനസ്സിലാവണേ. എന്താ നിന്റെ പ്രശ്നം? എടാ നീ ജിമ്മിച്ചേന്റെ കാര്യം മറന്നാ? അതൊരു വിഷയമല്ല. പൈസല്ലേ നമുക്ക് റെഡിയാക്കാം. ഞാനേ ഇപ്പോൾ ഒരു 2 മണിക്കൂർ ഒന്ന് ക്യൂസാറ്റ് വരെ പോയിട്ട് കണ്ണു പെണ്ണുങ്ങളെ പുറകെ പോകാനായിരിക്കൂലേ? എനിക്കും വേണ്ട എന്തൊക്കെ എന്റർടൈൻമെന്റ് ഒക്കെ. നിനക്ക് എന്റർടൈൻമെന്റ്, എന്റെ അവസ്ഥ നിനക്ക് മനസ്സിലാവുള്ളല്ലോ. എന്താ പ്രശ്നം? നീ എന്നോട് പറ. എടാ നിന്റെ അടുത്ത് ഇത്ര നേരം പറഞ്ഞതല്ലേ ഞാനത്. അത് കേൾക്കാനാണല്ലേ ഞാൻ 2 മണിക്കൂറോട്ട് ഇവിടെ ഇരിക്കണേ. ഇനി നീ എനിക്കൊരു 2 മണിക്കൂർ സമയം താ, നമുക്ക് റെഡിയാക്കാം. അതെ പോയിട്ട് വരാം. കുറച്ച് ദിവസമായിട്ട് ട്രൈ ചെയ്യുന്ന ജിമ്മിച്ചേനെ കാര്യം നമുക്ക് റെഡിയാക്കാം. നീ തലക്കാലേ തലേക്കൊന്ന് തണുക്കട്ടെ, ഒന്ന് കുളിച്ചിട്ടേക്കാം. നീ തിരിച്ചു വരുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാവും എനിക്ക് തോന്നുന്നു.